എൻ്റെ പേര് ഹേമന്ത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പം തേർഡ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. ഹായ് ഓൾ, എൻ്റെ പേര് എമിൽ. ഞാൻ ദർശനിലെ 22-23 റിപ്പീറ്റേഴ്സ് ബാച്ചിലുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഹായ് ഓൾ, എൻ്റെ പേര് അൽഫി. ഞാൻ ദർശനയിലെ 2023 ബാച്ചിൽ റിപ്പീറ്റർ ബാച്ചിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഹലോ, എൻ്റെ പേര് പ്രജിത്താണ്. ഇപ്പോൾ ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 2023 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ ദർശനയിലെ റിപ്പീറ്റർ ബാച്ചിലെ 2022 ബാച്ചിലെ റിപ്പീറ്ററായിരുന്നു. ഇന്ന് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ദർശന അക്കാഡമിയാണ്. അവിടുത്തെ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ മറ്റ് ഫാക്കൽറ്റീസുമാണ് എന്നെ ഇവിടെ നിർത്താൻ സഹായിച്ചത്. ദർശന അക്കാഡമി മൂലമാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനും നിങ്ങൾക്കിങ്ങനെ മോട്ടിവേഷൻ തരാനും ഒക്കെ ഒരു കാരണമായിരിക്കുന്നത്. കാരണം അവിടെ ഞാൻ 2 വർഷം പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്നിവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അത്ര എക്സ്പീരിയൻസ് എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ ദർശന അക്കാഡമി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ദർശനം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ ടീച്ചേഴ്സൊക്കെയാണ്. കാരണം നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിക്കും, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ നല്ല രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നൊരു ടീച്ചേഴ്സാണ്. അതൊരു നല്ല ഭാഗ്യമാണ്. കാരണം അത് എന്തായാലും ഒരു അത്യാവശ്യമാണ്. കാരണം അവർ എല്ലാ മിക്ക ആൾക്കാരും അങ്ങനെയാണ്, ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനും എല്ലാ ഇതിലും സഹായിച്ചത് ടീച്ചേഴ്സാണ്. ഇതല്ലാതെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നല്ല എൻവയറൺമെൻറ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്.